ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. 6/8/2024, അതായത് ഇന്നലെ 24,033 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഒരു 253 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ്. 24,289 എന്ന ലെവൽ, 250-ലധികം പോയിന്റിൽ ഗ്യാപ്പ് അപ്പിൽ തന്നെങ്കിലും ഇന്ന് നിഫ്റ്റി ആകെ മൂവ് ചെയ്തത് ഒരു 150-ലധികം പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യമായ മൂവ്മെന്റ് നമുക്ക് ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന രണ്ട് ലെവലുകൾ കൃത്യമായും മാത്രം മൂവ് ചെയ്യുകയും ഒരു ഓപ്പൺ ചെയ്തതിന് മുകളിൽ ക്ലോസ് ആകാനും സാധിച്ചിട്ടുണ്ട് നിലവിൽ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഗ്യാപ്പ് അപ്പ് തന്നെങ്കിലും പിന്നീട് ഉയർന്നു പോവാൻ കഴിയാതെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നീട് ഡിക്ലൈൻ ആണ് ആദ്യത്തെ ക്യാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ, ഡൗൺ സൈഡിലോട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ചെറിയ റിവേഴ്സൽ കിട്ടിയപ്പോൾ തന്നെ അവിടെ നിന്നും സെല്ലിംഗ് തരുന്നു ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായും ഡൗൺ സൈഡിലോട്ട് ഒരു ഫാൾ കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലിൽ 24,189 എന്ന ലെവലിലോട്ടാണ് കിട്ടിയത്. ആ ടാർഗറ്റ് കവർ ചെയ്താൽ ഇവിടെ റിവേഴ്സൽ കിട്ടുന്നത് കാണാം, അവിടെ കവർ ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാറ്റി കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ കവർ ചെയ്തവർക്ക് വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിന് കാത്തു നിൽക്കുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ സാധാരണയായി ഞാൻ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ ബൈ ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ എവിടെയും എനിക്ക് വീണ്ടും ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഈ ഏരിയകളിൽ നിന്നും അത്ര ഒരു പെർഫെക്റ്റ് എൻട്രി ഫീൽ ചെയ്തില്ല. എന്നാൽ ഈ തരത്തിലുള്ള ഒരു എൻട്രി തരുമ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ഒരു എൻട്രി എടുത്തിരുന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കുകയാണ് ചെയ്തത്. കൃത്യമായി പരിശോധിക്കുമ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് നമ്മൾക്ക് കാണാവുന്നതാണ്. എന്നാൽ ഓപ്ഷനിൽ മോസ്റ്റ്ലി പ്രീമിയം മെൽറ്റിംഗ് ഇവിടെ ദീർഘനേരം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് പ്രീമിയം മെൽറ്റിംഗ് കൊണ്ട് ഓപ്ഷന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഉണ്ടാകാവുന്നതാണ്. ഞാൻ സാധാരണയായി ഇൻഡെക്സിന്റെ ലെവലുകൾ മാത്രമാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക. കൃത്യമായ പാറ്റേൺ എന്നെ സംബന്ധിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയകളിൽ ലഭിക്കുന്ന ഇൻഡെക്സിലെ ക്യാൻഡിൽ പാറ്റേൺ അനുസരിച്ചാണ് ഞാൻ ട്രേഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലെവലിന് താഴെ ഒരു ബ്രേക്ക് ചെയ്യാതെ വന്നുകൊണ്ട് ഹോൾഡ് ചെയ്തു. അതേസമയം ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ അവസാന സമയത്തേക്ക് മാർക്കറ്റ് ഹൈ പോവുകയും കാര്യമായ പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ട്രേഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ രണ്ട് ട്രേഡുകളാണ് ഇന്ന് വ്യക്തമായി നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ ഏരിയ കൃത്യമായി തിരിച്ചറിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് ഒരു എൻട്രി എടുക്കാവുന്നതായിരുന്നു. ചിലരൊക്കെ ചെയ്തിരുന്നു, അതിൻ്റെ റിസൾട്ടുകൾ എനിക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഒരു സാധാരണ യൂഷ്വൽ സ്റ്റൈലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തത്. ഈ ഏരിയയിൽ നിന്ന് വീണ്ടും എൻ്റർ ചെയ്തു. അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഈ സൈഡ് വീണ്ടും ഞാൻ എൻ്റർ ചെയ്യുകയത്. സാധാരണയായി ഈ തരത്തിൽ രണ്ട് സൈഡും ഒരു ലോ തന്നതിന് ശേഷം വീണ്ടും കയറി ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അന്ന് ഇത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ ലഭിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ട്രേഡിംഗ് ചാൻസുകൾ ഉണ്ടായിരുന്നത്. വ്യക്തമായി അത്രയും ശ്രദ്ധയോടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായി കീപ്പ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റിൽ തന്നെ ഡേ വൈൻഡപ്പ് ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രോഫിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ട്രേഡ് രണ്ട് ട്രേഡ് കൊണ്ട് നിർത്താൻ തീരുമാനിച്ചവർക്ക് തീർച്ചയായും നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഒരു ഓർഡർ ബൈ എടുക്കുമ്പോൾ ഇവിടുന്ന് അപ്പ് മൂവ് കിട്ടുന്നുമില്ല, പ്രൈസിൽ തീർച്ചയായും പ്രീമിയത്തിൽ കുറവ് വരുന്നത് കാണുകയും ചെയ്യുമ്പോൾ എക്സിറ്റ് ആയി പോയവർക്ക് ചെറിയ ലോസുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി 150 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ലെവലുകളെ ബേസ് ചെയ്തുകൊണ്ട് നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. 24,231 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 24,427 എന്ന ലെവലാണ് ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഉയരം രേഖപ്പെടുത്താൻ 24,337, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഉയരം 24,383 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും ഞാൻ ഈ ഏരിയകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ബൈയിങ് ഡയറക്ഷൻ നൽകുകയാണ്. ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ
ഞാൻ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഇതാണ് പ്രധാനമായും ഞാൻ എയിം ചെയ്യുന്ന ടാർഗറ്റ് ഏരിയ. എങ്കിലും ഈ ഏരിയയ്ക്ക് മുകളിൽ അഥവാ ഈ ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും കിട്ടുകയാണെങ്കിൽ പോലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം മാത്രമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ പോയേക്കാമെന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിൽ ഒരു ഫാളിംഗ് വന്നു കഴിഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഈ ടാർഗറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ പലർക്കും സംശയമാണ്, ഇത് ഇനിയും ഉയരത്തിലോട്ട് പോകുമോ അതോ ഭയങ്കര നെഗറ്റീവ് അല്ലേ, താഴോട്ട് തന്നെയല്ലേ പോകാൻ സാധ്യതയുള്ളൂ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. പല ന്യൂസുകളും നെഗറ്റീവായിട്ട് വരുന്നു. ഇത് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായി സംബന്ധപ്പെട്ട എല്ലാ ട്രേഡിങ്ങിൻ്റെയും ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട്, അതുപോലെ തന്നെ ലോട്ട് സൈസ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്തയുണ്ട് എന്നൊക്കെ. ഞാൻ ഇത്തരം വാർത്തകളെയൊന്നും കൂടുതൽ ഗവനിക്കാറില്ല. എന്തായിരുന്നാലും ഷെയർ മാർക്കറ്റ് ഈ മേഖലയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് ഗവൺമെൻറ് ഇടപെട്ട് നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചറിലോട്ടും തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ലോട്ട് സൈസ് വർദ്ധിപ്പിക്കുകയോ വർദ്ധിപ്പിക്കാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ. പണ്ട് ഇത് കുറച്ച് വർഷം ബാക്കിൽ 50 ആയിരുന്നു, പിന്നീട് അത് 75 ആക്കി, അതിനുശേഷം വീണ്ടും 50 ആക്കി, ഇപ്പോൾ 25 ആക്കി റീസെൻ്റ് ആയിട്ട്. ഇനി അത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ. അതിനനുസരിച്ച് നമ്മുടെ ഫണ്ട് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോട്ട് സൈസ് ചെറുതാക്കിക്കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും എന്നെ ബാധിക്കാറില്ല. ഞാൻ ആസ് യൂഷ്വൽ പ്രൈസ് മൂവ് ചെയ്യുന്ന വഴികളിലൂടെ കൃത്യമായ ഒരു എൻട്രി ലഭിക്കത്തക്ക രീതിയിൽ ഒരു കൃത്യമായ സ്റ്റോപ്പ് ലോസ് എൻട്രി ലഭിക്കുമ്പോൾ അവിടെ ട്രേഡ് ചെയ്യുക തന്നെ ചെയ്യുക. പിന്നെ ടാക്സ്, അത് തീർച്ചയായും എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഗവൺമെൻറ് കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന നിയമമനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് നിയമമനുസരിച്ച് നമ്മളുടെ ഒരു ഇൻകത്തിൻ്റെ റിട്ടേൺ കൊടുക്കേണ്ടതുണ്ട്, ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കുക തന്നെ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഉപാധിയൊന്നുമില്ല. എന്നാൽ ഒരു സിസ്റ്റവും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നു ഒരു നിശ്ചിത പ്രോഫിറ്റ്, എൻ്റെ ക്യാപിറ്റലിൻ്റെ ഇതിനനുസരിച്ച് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ മാർഗം അത്ര വേഗത്തിലൊന്നും വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തകളുടെ പുറകെ അത്ര പോകാറില്ല. വാർത്തകളാണ് തീർച്ചയായും മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ആവശ്യം മാർക്കറ്റ് ചലിക്കുക എന്നതാണ്. ഇത് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് തീർച്ചയായും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും അതുമായിട്ട് വരാവുന്ന ന്യൂസുകളെയും ആ സെക്ടറോ ആ പർട്ടിക്കുലർ സ്റ്റോക്കിനോ ഒക്കെ ഉണ്ടാകാവുന്ന ന്യൂസുകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതല്ലാതെ ഇത്തരം ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇൻഡെക്സ് ചലിച്ച് കിട്ടണം, അതെങ്ങോട്ടെങ്കിലും ചലിക്കണം. അപ്പോഴെനിക്ക് പുട്ടോ കോളോ കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് എൻ്റർ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത്തരത്തിലാണ് ട്രേഡ് ചെയ്തു പോകുന്നത്. കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇത്തരം ചോദ്യങ്ങളുമായി ഒരുപാട് സംശയങ്ങളുമായി എന്നെ പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 100% സത്യമോ ശരിയോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ ഞാൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 231 എന്ന് പറയുന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം മാത്രമാണെങ്കിലും അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് ഈ ഇന്നത്തെ ലോയായ 24,183 എന്ന ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്ന സിംറ്റം തന്നാൽ പ്രൈസ് കുറച്ചും കൂടെ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാമെന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 24,130, 24,030, 23,958,
23,891, 23,874 എന്നിങ്ങനെ ഉള്ള ലൈനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ തീർച്ചയായും വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്തുക. അടുത്തതായി നിഫ്റ്റി ബാങ്ക് എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്ന് പരിശോധിക്കാം. 49,934 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 50,439 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ഇന്നത്തെ ഉയരം രേഖപ്പെടുത്താനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 50,439 എന്ന ലെവലിൽ ചേർത്തിട്ടുള്ള ആ ലെവലാണ് തിക്ക് ബ്ലൂ ലൈനിൽ ചേർത്തിട്ടുള്ള ലെവലാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ 50,291 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ മാത്രം 50,439, 50,603, 752, 951 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. നാളിപ്പോൾ ഇത്രയും വലിയ ടാർഗറ്റുകളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഈ ലെവലുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നവ എന്ന് മാത്രം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 49,934 എന്ന തിക്ക് ബ്ലൂ കളറിൽ ചേർത്തിരിക്കുന്ന ലൈനിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് 49,754, 780 എന്നിങ്ങനെ താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണാമെന്ന് കരുതുന്നു. 49,780, 49,656, 49,528, 381, 49,078 എന്നിങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. ഈ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ 48,901 എന്ന ലെവലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി സെൻസെക്സിന്റെ ലെവലുകൾ എന്താണ് എന്ന് നോക്കാം. 79,244 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 80,000 തന്നെയാണ് ഇനിയും ലഭിക്കേണ്ടുന്ന പ്രധാന റെസിസ്റ്റൻസ്. അത് ഒരു ബിഗ് റൗണ്ട് നമ്പർ ആയതുകൊണ്ട് ആ ഏരിയയിൽ ഒരു സെല്ലിംഗ് വന്നേക്കാം, അവിടെ വരെ ഒരു ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ എന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 80,000 ഒക്കെ ആണെങ്കിലും ഈ ആദ്യമായി 79,600 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം മാത്രമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് 79,857 എന്ന ലെവലിനൊക്കെ മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന റെസിസ്റ്റൻസ് ലെവലുകളാണ് 80,000, 80,149, 276, 388 എന്നിങ്ങനെയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ തിക്ക് ബ്ലൂ ലൈനിന് താഴെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അവിടെ ക്ലോസ് ആവുക എന്നതാണ്.
അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ 79,099 എന്ന ലെവലിനൊക്കെ താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുക. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 78,766, 680, 491, 288, 78,070 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ 3 ഇൻഡെക്സിൻ്റെയും പതിവായി നമ്മൾ രേഖപ്പെടുത്തുന്ന 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറായി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ പതിവ് കാര്യം, നിങ്ങൾ ആദ്യമായി കടന്നു വരുന്നവരാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി കാണുന്നവരും സ്ഥിരമായി കാണുന്നവരും എല്ലാം ഒരു ലൈക്ക് തരികയാണെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് അൽഗോരിതം പ്രകാരം നമ്മളുടെ ചാനൽ കുറച്ചും കൂടെ പ്രൊമോഷൻ ലഭിച്ചേക്കാം. വ്യൂ ഈയിടെയായി ഈ ന്യൂസുകളൊക്കെ ഉള്ളതുകൊണ്ടാവാം, ചിലപ്പോൾ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാവാം നമ്മുടെ വ്യൂ വളരെ കുറഞ്ഞു പോവുകയാണ്. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ളവർ ലൈക്ക് തരിക, ഷെയർ തരിക, സഹകരിക്കുക. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ. നല്ല ലാഭം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്